നമസ്കാരം ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം. നമ്മുടെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു കൈയിൽ ഇന്ത്യൻ ഭരണഘടനയും മറുകൈയിൽ മനുസ്മൃതിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ കത്തിക്കയറി. അതായത് ബി ജെ പിയുടെ ഭരണഘടന മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമസംഹിതയാണെന്നും ബി ജെ പി ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്നില്ലെന്നും അതിനെ തകർക്കുകയാണെന്നുമാണ് രാഹുലിൻ്റെ പ്രസംഗത്തിൻ്റെ സാരം. ഒപ്പം തൻ്റെ മുത്തശ്ശി സവർക്കറെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുമൊക്കെ അവിടെ ഓർമ്മപ്പെടുത്തി. എങ്ങനെ കാണുന്നു ശ്രീജിത്ത് പണിക്കർ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗം, പാർലമെൻറ്റ് പ്രസംഗം? ഇതിൽ ഒന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി സവർക്കറൊക്കെ തന്നെ നമ്മുടെ ഈ ഭരണഘടനയെ വിമർശിച്ചിട്ടുണ്ട് എന്നും അത് ഭാരതീയമല്ല എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു തുടങ്ങിയ കുറേ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ വിമർശിച്ചിരിക്കുന്ന ഒരു ഭരണഘടനയെ നിങ്ങൾ നിലനിർത്തും എന്ന രീതിയിലത്തേക്കാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ അത് സവർക്കറിനോടുള്ള അനാദരവല്ലേ എന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിനെ ഫ്രെയിം ചെയ്തത്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കേൾക്കുന്ന സമയത്ത് നമുക്കതങ്ങനെ തോന്നും, ശരിയാണ്, ഭരണഘടനയെ വിമർശിച്ചിരുന്ന ഒരു വ്യക്തി, അപ്പോൾ അദ്ദേഹം വിമർശിച്ചിരുന്നത് ഏത് ഭരണഘടനയാണോ അതിനെ ശക്തമായിട്ട് തന്നെ ഞങ്ങൾ നിലനിർത്തുമെന്നൊരു പാർട്ടി പറയുമ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. അപ്പോൾ ഭരണഘടനയാണ് ബി ജെ പിക്ക് പരമമെങ്കിൽ നിശ്ചയമായിട്ടും അവരുടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് സവർക്കറുടെ ആശയങ്ങളാണ്. അപ്പോൾ സവർക്കറോടാണോ നിങ്ങൾക്ക് സ്നേഹം, ഭരണഘടനയോടാണോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട റെഫറൻസുകൾ ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് സവർക്കറിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും എനിക്ക് കിട്ടിയില്ല. ഞാൻ ഹിസ്റ്റോറിയൻ സോഴ്സസ് നോക്കിയപ്പോൾ രാമചന്ദ്ര ഗുഹ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിൽ പറയുന്നത് 1949 നവംബർ മാസം 30 ഓർഗനൈസർ നമുക്കറിയാമല്ലോ, ഓർഗനൈസർ എന്ന മാധ്യമത്തിൻ്റെ എഡിറ്റോറിയലിൽ ഇങ്ങനെ എഴുതി, ദ വേഴ്സ്റ്റ് തിങ് എബൌട്ട് ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഭാരത് ഈസ് ദാറ്റ് ദർ ഈസ് നത്തിങ് ഭാരതീയ എബൌട്ട് ഇറ്റ് എന്നാണ്. അത് സവർക്കർ എഴുതി എന്നല്ല, അത് ഓർഗനൈസറിൻ്റെ എഡിറ്റോറിയലിൽ അങ്ങനെ പബ്ലിഷ് ചെയ്തു എന്ന രീതിയിലത്തേക്കാണ് അത് വരുന്നത്. പിന്നെ ഭരണഘടനയെ ഇതേപോലെ തന്നെ വിമർശിച്ചിരിക്കുന്ന, അതിലെ ഇന്ത്യൻ എത്തോസ് എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് ഇല്ല എന്നതിനെപ്പറ്റി വിമർശിച്ചിരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. ഗോൾവൽക്കറിനെ പോലുള്ള ആൾക്കാരൊക്കെ തന്നെ ആദ്യമേ തന്നെ ഇത്തരത്തിലുള്ള വിമർശനം പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം കാലയളവ് എന്നുള്ളത് പ്രസക്തമാണ്. ഇതെല്ലാം ഈ 1949 അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ഈ ഓർഗനൈസറിൻ്റെ ഇത് വരുന്നത് പോലും നമ്മുടെ ഭരണഘടനയെ നമ്മൾ സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് ഈ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ രണ്ടാമത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഭരണഘടനയെ വിമർശിക്കുകയും അതിനെ അവഹേളിക്കുകയും രണ്ടാണ്. ഭരണഘടനയെ വിമർശിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. കേരളത്തിലുള്ള ആൾക്കാർക്ക് നമുക്കിപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് അല്ലെങ്കിൽ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാകും. സജി ചെറിയാൻ നമ്മുടെ ഭരണഘടനയെ പറ്റി പറഞ്ഞപ്പോൾ അതിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം കൊടച്ചക്രം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് അവഹേളിക്കലാണ്. ഇത് ബ്രിട്ടീഷുകാർ പറഞ്ഞു തന്ന സാധനം നമ്മൾ ഇവിടെ ഇരുന്ന് എഴുതുകയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതും അവർ നമുക്കൊരു ഭരണഘടന തന്നു എന്ന് പറയുന്നതും അവഹേളനമാണ്. കാരണം ആ പറയുന്നത് അവാസ്തവമാണ്. മറിച്ച് ഭരണഘടന ഇന്ത്യനൈസ് ചെയ്യപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് പൂർണ്ണമായിട്ട് ഇന്ത്യൻ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. കാരണം അതിൻ്റെ പല തത്വങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്ന, ഇലക്ഷൻസ് എങ്ങനെ കണ്ടക്ട് ചെയ്യണം, രാജ്യസഭ ലോക്സഭ എന്നിങ്ങനെ രണ്ട് സഭകൾ ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്, പിന്നെ റെസിഡ്യുവൽ പവേഴ്സ് എങ്ങനെയാണ് വരുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓൺ സ്റ്റേറ്റ് പോളിസി എങ്ങനെയാണ് വരുന്നത്, ഫെഡറൽ സിസ്റ്റത്തിനെ പറ്റി നമ്മൾ പറയുന്ന രീതിയിലത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയാണ്. ഫെഡറൽ സിസ്റ്റം എന്ന് ഭരണഘടനയിൽ ഡയറക്റ്റ് പറയുന്നില്ല, പക്ഷേ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഉൾക്കൊണ്ടതിന് ശേഷം നമ്മളതിനെ ഇന്ത്യനൈസ് ചെയ്യുകയാണ്. ഇന്നും നമ്മളത് തുടർന്ന് വരികയാണ്. അതുകൊണ്ടാണ് ഭരണഘടനയിൽ 100-ലധികം അമെൻമെൻറ്റുകൾ ഉണ്ടായത്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇതിൽ മാറ്റമുണ്ടാവുക. ഇപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന, ഇനി അത് മാറ്റാൻ പറ്റാത്ത രീതിയിലത്തേക്കുള്ള ഒരു അടിസ്ഥാന പ്രമാണമായിരുന്നുവെങ്കിൽ അതിൽ ഭേദഗതി ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഇത് പരമമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പരമമാണ്, അബ്സല്യൂട്ടാണ്. പക്ഷേ അതിൽ ഭേദഗതികളാവാം. അതായത് അന്ന് എഴുതിയിരിക്കുന്നത് എന്തോ അത് എല്ലാ കാലത്തും തുടരണമെന്നല്ല, മറിച്ച് അതിൽ ചേഞ്ചസ് ഉണ്ടാകാം. ഇനി നമ്മുടെ നാട്ടിലെ തന്നെ ദേശീയ ചിഹ്നങ്ങൾ, നമ്മുടെ ദേശീയ പതാക, നമ്മുടെ ദേശീയ ഗാനം, ഭരണഘടന, ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം അതിനെ അവഹേളിക്കുന്നതിനെ എതിർക്കുന്ന രീതിയിലത്തേക്കുള്ള നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷെ അതിൽ പോലും ഭരണഘടനയെയും നമ്മുടെ ദേശീയ പതാകയെയും വരെ വിമർശിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. ആ വിമർശനം എന്ന് പറയുന്നത് അതിലൊരു മാറ്റം ഉണ്ടാകണമെന്ന രീതിയിലത്തേക്കാകാം, ഇപ്പോഴുള്ളതിൻ്റെ ഒരു ന്യൂനത ചൂണ്ടിക്കാട്ടുന്നതിനാകാം. അതിനാണ് ക്രിറ്റിസിസം എന്ന് പറയുക. അപ്പോൾ അങ്ങനെ മഹത്തായിട്ടുള്ള ദേശീയ ചിഹ്നങ്ങൾ പോലും ക്രിട്ടിസൈസ് ചെയ്യപ്പെടാമെന്ന് നിയമപരമായിട്ട് പറയുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടേത്. പക്ഷേ അവഹേളിക്കാൻ പാടില്ല.
അപ്പോൾ ദർ ഈസ് നത്തിങ് ഭാരതീയ ഇൻ ഭാരത് എന്ന് പറഞ്ഞാൽ അത് അവഹേളനമല്ല, അതൊരു ക്രിറ്റിസിസമാണ്, അതൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. നേരെ മറിച്ച് ബ്രിട്ടീഷുകാർ തന്നിട്ട് പോയ ഭരണഘടനയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫാക്ച്വലി റോങ്. ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവുമാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫാക്ച്വലി റോങ്. മറ്റൊരു കാര്യത്തിൽ നമ്മളൊരു കോണ്ടെക്സ്റ്റിലാണ് പറയുക. അത് വ്യത്യാസമുണ്ട്. ഇനി രണ്ട്, മനുസ്മൃതി. നോക്കൂ, ഇത് ഈ സ്മൃതികൾ എന്താണ്, മനുസ്മൃതി എന്താണ് എന്നതിനെപ്പറ്റി ആൾക്കാർക്ക് മനസ്സിലാകാത്തത് കൊണ്ടുണ്ടാകുന്ന കാര്യമാണ്. നമ്മൾ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യവും പറയുമ്പോൾ ഒറ്റയ്ക്ക് ഈ ഒരു സമുദായത്തിനെ മൊത്തത്തിൽ ബാക്ക് ഫുട്ടിൽ നിർത്തുന്നതിന് വേണ്ടി കാലാകാലമായി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മനുസ്മൃതി. എത്ര ഹിന്ദുക്കൾ മനുസ്മൃതി വായിച്ചിട്ടുണ്ട്, എത്ര ഹിന്ദുക്കൾ മനുസ്മൃതി കണ്ടിട്ടെങ്കിലുമുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്മൃതികൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രമുള്ള ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങളാണ്. അതല്ലാതെ ഇത് എല്ലാ കാലത്തേക്കും അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മറ്റൊരു റിജൈം വരുന്ന സമയത്ത് അതിന് പ്രസക്തിയില്ല. അങ്ങനെ പ്രസക്തി അതെ, അങ്ങനെ പ്രസക്തി മാറുന്നില്ലായിരുന്നുവെങ്കിൽ അതൊരു ഏകശിലാരൂപം പോലെ ഇരുന്നിട്ട് എല്ലാ കാലത്തും മനുസ്മൃതി മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ മറ്റ് സ്മൃതികൾ എങ്ങനെയാണ് വന്നത്? സ്മൃതികളും ശ്രുതികളും ഒക്കെ എങ്ങനെയാണ് ഇവിടെ വരിക? ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ എങ്ങനെ വരിക? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മനുസ്മൃതി മാത്രം പോരെ, യാജ്ഞവൽക്യ സ്മൃതി എന്തിനാണ് വന്നിരുന്നത്? അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്മൃതികൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കാലപരിധിയുണ്ട്, ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിലുള്ള ഒരു കാര്യം അന്നത്തെ സാമൂഹ്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അതൊരു പക്ഷേ അക്സെപ്റ്റബിൾ ആയിരുന്നു. ഇപ്പോൾ മഹാത്മാഗാന്ധി ശൈശവ വിവാഹം കഴിച്ച ഒരാളാണ്. ഇന്നത്തെ നിയമത്തിൻ്റെ പേരിൽ നമുക്ക് മഹാത്മാഗാന്ധിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയും? അത് കഴിയില്ല. കാരണം അത് ആ കാലഘട്ടത്തിൽ ഇറ്റ് വാസ് ദ നോം, അല്ലേ? ആ കാലഘട്ടത്തിൽ 9 വയസ്സ് 11 വയസ്സുള്ള കുട്ടികളൊക്കെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അന്ന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് അന്നത്തെ സാമൂഹ്യ സിസ്റ്റത്തിൽ അത് ശരിയാണെന്ന് കരുതിയിരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും തെറ്റാണെന്ന് കരുതിയിരുന്ന ഒരു ചുരുക്കം ചില ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നീട് സമൂഹത്തിൻ്റെ പൊതുബോധത്തിനെ ഓൾട്ടർ ചെയ്യുന്ന രീതിയിലത്തേക്ക് ഇതിൽ ഒരു ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് എതിർക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതൽ, അല്ലെങ്കിൽ ആ എതിർപ്പിനെ സമൂഹത്തിൽ അക്സെപ്റ്റബിൾ ആക്കി മാറ്റുന്നതിനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാകുന്ന സമയത്താണ് അതിലൊരു ചേഞ്ച് ഉണ്ടാകുന്നത്. അതുവരെയും നമ്മുടെ സോഷ്യൽ സിസ്റ്റം അങ്ങനെയായിരുന്നു. ആൾക്കാർക്ക് കേരളത്തിൽ തന്നെ മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം, മൂക്കുത്തി ധരിക്കുന്നതിനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, പൊതുനിരത്തുകളിൽ ഇറങ്ങാനുള്ള അവകാശം, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ തന്നെ അനുവർത്തിക്കപ്പെട്ടു പോയിരുന്ന കാര്യമാണ്. അതായത് അന്നത്തെ നിയമമായിരുന്നു. അത് തെറ്റാണ് എന്നുള്ള ബോധം ഏത് സമയത്തേക്കാണോ വന്നത് അത് പിന്നീട് ഒരു പൊതുബോധമായി മാറുന്നു. അപ്പോഴാണ് അത് മാറുക. ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനയുടെ കോണ്ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനയിൽ നിലനിന്നിരുന്ന പല കാര്യങ്ങളും ഇന്ന് അനിവാര്യമല്ല, ഇന്ന് അതിൽ ഭേദഗതികൾ ഉണ്ടാകണമെന്ന് തോന്നുന്നത് കൊണ്ടാണ് അമെൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻസ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു മനുസ്മൃതി വെച്ചിട്ട് എല്ലാ കാലവും ഹിന്ദുക്കളെ അടിക്കാനുള്ള ഒരു ഉപകരണമായിട്ട്, ഒരു വടിയായിട്ട് അതിനെ ഉപയോഗിക്കാമെന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ്. കാരണം അതിൻ്റെ ലയബിലിറ്റി ഹിന്ദുക്കൾക്ക് പൊതുവായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനി മൂന്നാമത്തെ ആ ഭാഗം പറഞ്ഞില്ലേ, സവർക്കറിനെ പറ്റി എന്താണ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി പറഞ്ഞിരുന്നത് എന്നുള്ളത്. രാഹുൽ ഗാന്ധി പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത് സവർക്കറെ അനുസ്മരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേന്ദ്ര സർക്കാർ സ്റ്റാമ്പ് ഇറക്കുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അതേപോലെ തന്നെ സവർക്കറുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ ട്രസ്റ്റ് പ്രവർത്തിക്കുന്ന സമയത്ത് അവരുടെ ഒരു സെന്റിനറി സെലിബ്രേഷനോ അങ്ങനെ എന്തോ ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ സെലിബ്രേഷൻ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പേഴ്സണലായിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ധനസഹായം നൽകിയിരുന്ന ആളാണ് ഇന്ദിരാഗാന്ധി. ഇനി ഇത് കൂടാതെ ഇന്ദിരാഗാന്ധി സവർക്കറെ പറ്റി പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ട്. ആ വാചകത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: നിർഭയത്വത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും പര്യായമായിരുന്നു സവർക്കർ. യഥാർത്ഥ വിപ്ലവകാരിയുടെ അച്ചിൽ വാർത്തെടുക്കപ്പെട്ട സവർക്കറിൽ നിന്നും അസംഖ്യം പേരാണ് പ്രചോദനം ഉൾക്കൊണ്ടത്. മരണം നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതാക്കിയത് സമകാലിക ഭാരതത്തിലെ മഹത്തായ ഒരു വ്യക്തിത്വത്തെയാണ്. ഇങ്ങനെ എഴുതിയിരുന്ന ആളാണ് ഇന്ദിരാഗാന്ധി. ഈ സവർക്കർ വിരോധം കോൺഗ്രസിനുണ്ടായത്, ഇത് ഞാനൊരു സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇട്ടിരുന്നതാണ്. കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് സവർക്കറെ ഒരു സമയത്ത് പ്രകീർത്തിച്ചിരുന്നത്. അപ്പോൾ അതിൽ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും ഇന്ത്യയുടെ ദേശീയ തലത്തിൽ ഭരണസാരഥ്യത്തിൽ വന്നിരിക്കുന്ന ആൾക്കാരും എങ്ങനെയാണ് സവർക്കറെ അനുസ്മരിക്കുന്നത് എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ പ്രസ്താവനകൾ വായിക്കുകയല്ല, പക്ഷെ ആരൊക്കെ ആയിരുന്നു എന്ന് പറയാം. സവർക്കറെ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പ്രശംസിച്ചിരുന്ന ആൾക്കാരിൽ ഒന്ന് പഴയ രാഷ്ട്രപതിയായിരിക്കെ സാക്കിർ ഹുസൈൻ, പിന്നൊന്ന് രാഷ്ട്രപതിയായിരിക്കെ 1990കളിൽ നമ്മുടെ മലയാളിയായിട്ടുള്ള KR നാരായണൻ, ഇപ്പോൾ വായിച്ചതുപോലെ ഇന്ദിരാഗാന്ധി, മുൻ പ്രധാനമന്ത്രിയായിരുന്ന 90കളിൽ PV നരസിംഹറാവു, പിന്നീട് മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന YB ചവാൻ കോൺഗ്രസ്സുകാരൻ, മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ആയിരിക്കെ കോൺഗ്രസിൻ്റെ വസന്തറാവു നായിക്ക്, പിന്നെ ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി ആയിരിക്കെ കോൺഗ്രസിൻ്റെ K വിജയഭാസ്കര റെഡ്ഡി, ആന്ധ്രാപ്രദേശിൽ ബോംബെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കെ BA ഖിംജി, പിന്നെ S രാധാകൃഷ്ണൻ തുടങ്ങിയ, S രാധാകൃഷ്ണൻ ആദ്യത്തെ പഴയ രാഷ്ട്രപതി, ആദ്യത്തെ
പഴയ രാഷ്ട്രപതി. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ആൾക്കാർ ഇദ്ദേഹത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പല ആൾക്കാർക്കും നമുക്കറിയാം അവർക്ക് കോൺഗ്രസ് പശ്ചാത്തലവുമുള്ള ആൾക്കാരാണ്. ഇത് എപ്പോഴാണെന്നറിയോ ഈ ഒരു വിരോധമുണ്ടായത്? ഈ സവർക്കർ വിരോധം പ്രകടമായിട്ട് വരുന്നതും സവർക്കർ ഷൂ നക്കിയാണ്, സവർക്കർ മാപ്പ് അപേക്ഷിച്ച ആളാണ്, ചെരുപ്പ് നക്കി, ഈ കാര്യങ്ങളെല്ലാം വരുന്നത് വാജ്പേയി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയം മുതലാണ്. അതായത് അതുവരെയുള്ള ദേശീയ പ്രതീകങ്ങളെല്ലാം കോൺഗ്രസിൻ്റേത് മാത്രമാണ്. കോൺഗ്രസിന് മാത്രം അവരുടെ ഒരു ലെഗസി അവകാശപ്പെടാവുന്ന ആൾക്കാർ. വാജ്പേയി പ്രധാനമന്ത്രി ആയതിനു ശേഷം പിന്നീട് ഇങ്ങോട്ട് നമുക്കറിയാം പല മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം സവർക്കറുടെ പോർട്രേറ്റ് പല സ്ഥലങ്ങളിൽ വെക്കുക, സഭകളിലെ ഹാളുകളിലൊക്കെ തന്നെ അത് വെക്കുക. അതേപോലെ പോർട്ട് ബ്ലെയറിലെ എയർപോർട്ടിന്, ആൻഡമാനിലെ എയർപോർട്ടിന് വീർ സവർക്കർ എന്ന പേര് കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പം ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കൊരു ചിന്തയുണ്ടായി. അതായത് നമ്മുടേതല്ലാത്ത ഒരു പ്രതീകത്തിനെ, ഒരു വ്യക്തിയെ ഇവരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ആ സമയത്താണ് ഈ ഷിഫ്റ്റ്. നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, പ്രധാനമന്ത്രി ആയിരിക്കെ PV നരസിംഹറാവു വരെ ഇദ്ദേഹത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അതായത് 90s മിഡ് കഴിയുമ്പോൾ അല്ലെ, 91 to 96 ആണ് നരസിംഹറാവു ഉണ്ടായിരുന്നത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വാജ്പേയി സർക്കാർ വരുന്ന സമയം മുതൽ പിന്നീട് കോൺഗ്രസ്സുകാരും തന്നെ സവർക്കറെ പ്രകീർത്തിക്കുന്നില്ല. ഈ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ആ ഷിഫ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഹേട്രഡ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം, സവർക്കറുടെ രാഷ്ട്രീയത്തിന്, അദ്ദേഹത്തിൻ്റെ രീതികളെ ആൾക്കാർക്ക് അനുകൂലിക്കാം, എതിർക്കാം. പക്ഷേ അദ്ദേഹം ഒരു വിപ്ലവകാരിയായിരുന്നു എന്നതും അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് തലവേദനയായിരുന്നു എന്നുള്ളതും അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതും എഴുതിത്തള്ളാൻ കഴിയില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കോൺഗ്രസിൻ്റെ, ഞാനിപ്പോൾ നേരത്തെ പേര് വായിച്ചിരുന്ന അസംഖ്യം നേതാക്കന്മാർ രാജ്യത്തോട്, പ്രസ്ഥാനത്തിനോട്, അവരുടെ ഫോളോവേഴ്സായിട്ടുള്ള ആൾക്കാരോട് നുണ പറയുകയായിരുന്നു എന്നുകൂടി രാഹുൽ ഗാന്ധി പറയേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് കോൺഗ്രസ്സുകാർ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അതെ, രാഹുൽ ഗാന്ധി തീരുമാനിക്കട്ടെ, ഈ തൻ്റെ പൂർവികരായ ആൾക്കാരെല്ലാം നുണയന്മാരാണോ അല്ലയോ, അവർ സവർക്കറെ അംഗീകരിച്ചിരുന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് രാഹുൽ ഗാന്ധി തന്നെ തീരുമാനിക്കട്ടെ. എന്തായാലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ സവർക്കറെ പോലെയുള്ള ധീരദേശാഭിമാനികളെ ഇകഴ്ത്തി കാണിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് നല്ലതല്ല. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ തന്നെ വലിയ ഗതികേടിലാണ്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ചും സവർക്കറെ മോശമായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ട് മഹാരാഷ്ട്രയിൽ ചെന്ന് വോട്ട് ചോദിക്കുന്നത് അപാര തൊലിക്കെട്ടി തന്നെ വേണം അതിന്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗം രാജ്യം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ. ഇതിലെ ശരിയും തെറ്റും അദ്ദേഹം തിരിച്ചറിഞ്ഞ് BJPയെ വിമർശിക്കുന്നതൊക്കെ അദ്ദേഹത്തിനാകാം, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതാകാം. പക്ഷെ അതിലെ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കി നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിക്കാതെ സത്യസന്ധമായി സമീപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ ഭാവി സുഭദ്രമായിരുന്നേനെ. അതുമാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.